ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റിയാണ് കേട്ടോ. നമ്മളൊരു ബെറി തോട്ടം സന്ദർശിക്കാനാണ് പോകുന്നത്. നല്ല ചൂടുണ്ട് കേട്ടോ. യൂറോപ്പിൽ 30 ഡിഗ്രി മുകളിലാണ്. ഇത് കണ്ടോ, ബിയറൻ കഫേ, ഹോഫ്റൈറ്റർ ബിയറൻ കഫേ എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് ജർമ്മൻ ആണ്. നിങ്ങൾക്ക് വായിക്കാൻ അറിയാമെങ്കിൽ വായിക്കുക. അപ്പോൾ നമ്മൾ അതിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞു. ഇത് കണ്ടോ, ഇത് വലിയ വെറൈറ്റിയാണ് ഇവിടുത്തെ എല്ലാ സംഭവങ്ങളും. ഒരു ചെറിയൊരു ഗ്രാമം പോലെ ഉണ്ട് കേട്ടോ. ഇത് ഇവിടെ നമ്മൾ ആദ്യം ഇവിടുത്തെ കൗണ്ടറിൽ വന്ന് നമ്മൾ ഒരാൾക്ക് 5 യൂറോ വീതം പേ ചെയ്തിട്ട് വേണം നമുക്ക് തോട്ടത്തിലേക്ക് കയറാൻ. അപ്പോൾ ഇതാ വിശാലമായി കിടക്കുകയാണ് നമ്മുടെ ബെറി തോട്ടങ്ങൾ. ധാരാളം കയറുമ്പോൾ തന്നെ നമുക്ക് കാണാം. സ്ട്രോബെറി തോട്ടമാണിത്. പക്ഷെ അവിടെ അത് കാര്യമായിട്ട് ഫ്രൂട്ട്സ് പഴുത്തിട്ടില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു പോയി കണ്ടോ, എത്ര വളരെ ഏക്കറുകളോട് നീണ്ടു കിടക്കുകയാണ്. ഇത് ഒരു ഫാമിലിയുടേതാണ് കേട്ടോ. ഓപ്പറേറ്റർ എന്ന ഒരു ഫാമിലിയാണിത് ചെയ്യുന്നത്. കണ്ടോ, നല്ല സെറ്റപ്പാണ്. കുറേ ഭാഗങ്ങൾ പക്ഷികളൊന്നും കയറാതെ മൂടി കവർ ചെയ്തിട്ടുണ്ട്. അവിടെ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് പഴുത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ തോട്ടം. നമുക്ക് തോട്ടത്തിനുള്ളിലേക്ക് കയറി നോക്കാം. ഇഷ്ടംപോലെ നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാം കേട്ടോ. നമ്മൾ 5 രൂപ വെച്ച് പേ ചെയ്തിട്ടില്ല. അത് നമുക്ക് ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് അവിടെ നിന്ന് കഴിക്കാം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ പറിച്ചു കൊണ്ടുവരാം. ആ പറിച്ചു കൊണ്ടുവരുന്ന ഫ്രൂട്ട്സിന് നമ്മൾ വില കൊടുക്കണം. അവിടെ ഉണ്ടോ, നല്ല നല്ല എന്താ പറയുക, ഇത് ഏത് ഫ്രൂട്ടാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. അവിടെ ഇത് ചെയ്തിരിക്കുന്നുണ്ട് എങ്ങനെയാണെന്ന്. എല്ലാം വെർട്ടിക്കൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ലപോലെ നെറ്റിട്ട് നല്ല ഒരു ബലമുള്ള പ്ലാസ്റ്റിക് നെറ്റ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുകള് മേഞ്ഞിട്ടുണ്ട്. പക്ഷെ നല്ലപോലെ പ്രകാശം കിടക്കുന്ന രീതിയിൽ ഉള്ള മെറ്റീരിയൽ കൊണ്ടാണ്. ഉണ്ടോ, നല്ല കാണാൻ എന്ത് രസമാണെന്നുണ്ട്. 2 സൈഡിൽ നിറയെ ഇങ്ങനെ പഴുത്ത് നിൽക്കുകയാണ്. അവിടെ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇഷ്ടംപോലെ വയറ് നിറയെ കഴിക്കാം. ഇത് ഓർഗാനിക് ആണെന്നാണ് പറയുന്നത് കേട്ടോ. അത് അങ്ങനെയാണ്. അവർ തോട്ടത്തിൽ നിന്ന് തന്നെ പറിച്ചിട്ടാണ് ഇവരുടെ കഫേയിൽ കുട്ടികൾക്ക് ഇഷ്ടംപോലെ ഫ്രൂട്ട്സൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. റാസ്ബെറി ഉണ്ടാക്കിയ ഒരു കപ്പ് കേക്കിൻ്റെ വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചില്ലേ? അതിവിടെ നിന്ന് വാങ്ങിയ ഫ്രഷായ റാസ്ബെറിയാണ്. എന്താ നല്ല പഴുത്ത് സൂപ്പറായിട്ട് നിൽപ്പുണ്ട്. നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ചുവട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, പോട്ടുകളിലാണ് വെച്ചിരിക്കുന്നത്. എന്ത് ചെറിയ ചെറിയ പോട്ടുകളിലാണ് ഓരോ പ്ലാന്റ് നിൽക്കുന്നത്. അതിനകത്ത് ട്യൂബിട്ട് വെള്ളം കൊടുത്തിട്ടുണ്ട്. തുള്ളിയായിട്ട് വെള്ളം ഇങ്ങനെയാണ് നനയ്ക്കുന്നത്. താഴെ ഒരു ബെഡ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലാണ് ഈ പോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ ഓർഗാനിക് വളവും ചേർക്കാറുണ്ട്. നല്ല രാസവളങ്ങളും ഉപയോഗിക്കാറുണ്ടെന്നാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഇവിടെ ഗൈഡൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ കൂടെ ആരും വരില്ല. നമുക്ക് ഇഷ്ടം പോലെ കയറി അത് പറിക്കാം, നമുക്ക് കാണാം. എല്ലാം ഫ്രീ ആയിട്ട് നമ്മൾ വിടുകയാണ്. കുട്ടികളെ പറിച്ചെടുത്ത റാസ്ബെറി പഴങ്ങളാണത്. ഇത് ഞാൻ പറഞ്ഞില്ല, നമ്മളിത് ഇറങ്ങുമ്പോൾ അവിടെ വേ ചെയ്തിട്ട് അതിൻ്റെ വില നമ്മൾ കൊടുക്കണം. അപ്പോൾ വേറെയും റാസ്ബെറി, സ്ട്രോബെറി മാത്രമല്ല, പിന്നെ നമ്മുടെ ബ്ലാക്ക്ബെറി ഒക്കെ ഇവിടെ ധാരാളം ഉണ്ട്. ഇത് ശരിക്കും പഴുത്തിട്ടില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ബ്ലാക്ക്ബെറി. നല്ല നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. നല്ല ബ്ലാക്ക് നിറത്തിൽ ഇങ്ങനെ കൊലകൊലയായിട്ട് നിൽക്കുന്നുണ്ട്. കണ്ട, ഇതാണ് ഇതിൻ്റെ. നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ മൾബെറിയാന്ന് തോന്നും, പക്ഷേ ഇത് ബ്ലാക്ക്ബെറിയാണ്. നന്നായി പഴുത്താൽ മാത്രമേ നല്ല മധുരമുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് പുളിയുണ്ട്. എന്തായാലും ഞങ്ങളൊക്കെ അതൊക്കെ ഇതെല്ലാം പറിച്ച് ധാരാളം കഴിച്ചു. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, വേറെ ഇവിടെ കുറേ ഫാമിലീസായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെ ഓരോ പാത്രങ്ങൾ കൊണ്ടുവന്ന് പഴം ശേഖരിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് പന്തൽ കൊടുത്തിരിക്കുന്നത്. നല്ല സൺലൈറ്റ് നന്നായിട്ട് കിട്ടുന്ന രീതിയിലാണ്. പക്ഷെ ഞാനിവിടെ പക്ഷികളെ ഒന്നും കണ്ടില്ല കേട്ടോ. ഈ ഫ്രൂട്ട്സ് കഴിക്കാനായിട്ടൊന്നും ഒരു പക്ഷിയെ പോലും കണ്ടില്ല. ബട്ടർഫ്ലൈസ് ധാരാളം പറക്കുന്നുണ്ടായിരുന്നു. നല്ല നല്ല മധുരമുള്ള ബ്ലാക്ക്ബെറി
കണ്ടോ, ഇതും അതുപോലെ തന്നെ ഇതാ ബെഡ് ചെയ്തിട്ട് അതിലാണ് ബ്ലൂബെറി ചെടികൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വലിയ പോട്ടുകളാണ് കേട്ടോ. ഇതാ പഴുത്ത് നിൽപ്പുണ്ട്. പഴുത്ത പഴത്തിൻ്റെ കളർ കണ്ടോ. അപ്പോൾ ഇത് മുഴുവനും ബ്ലൂബെറിയാണ്. വേറെയും ഫാമിലീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിപ്പുണ്ട്. ഇത് കണ്ട വലിയ പോട്ടുകളിൽ വെച്ചിട്ട് ഇതുപോലെ തന്നെ ഹോസിട്ട് 1 ഇഞ്ചിൻ്റെ ഹോസിട്ട് തുള്ളി അങ്ങനെയാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നന്നായി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ. ചുവട്ടിൽ നിന്നൊരു കളയോ ഒന്നുമില്ല. നല്ല പുഷിയായിട്ട് നിൽക്കുകയാണ്. ഇത് ഇത്രയും ഭാഗങ്ങളും ബ്ലൂബെറിയാണ്. അപ്പോൾ ഞങ്ങൾ പഴങ്ങളൊക്കെ ശേഖരിച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് വന്നു. ഇത് നമ്മൾ പറിച്ച പഴം ഇവിടെ വേ ചെയ്തിട്ട് ഞങ്ങൾ കുറച്ച് റാസ്ബെറിയും പിന്നെ കുറച്ച് ബ്ലൂബെറിയും പറിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പേ ചെയ്ത് നമ്മൾ വാങ്ങണം. അപ്പോൾ ഇതുപോലെ ഉള്ള തോട്ടങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടോ, അല്ലെങ്കിൽ ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലോ ഉണ്ടോ, നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് കുട്ടികളുടെ പ്ലേ ഏരിയയാണ്. കുട്ടികൾക്ക് ഇഷ്ടം പോലെ കളിക്കാനും അതുപോലെ സാഹസിക അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ അതിന് കുറേ അധികം ഏരിയ ഉണ്ട്. എല്ലാം കൂടെ ഒരു 4 ഏക്കറോളം ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഇനി ഇവരുടെ കഫേ എന്ന് പറയുന്നത് ഇവരുടെ ഈ തോട്ടത്തിൽ നിന്ന് പറിച്ച പഴങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഐസ്ക്രീമുകളും അതുപോലെ തന്നെ വിവിധ തരം കേക്കുകളും ഒക്കെ ഉണ്ട്. ഇവിടെ ഉണ്ടോ കുട്ടികൾക്ക് ഇഷ്ടം പോലെ അത് മണ്ണുമായിട്ടും അതുപോലെ തന്നെ എല്ലാമായിട്ട് ഇടപഴകാനുള്ളൊരു ശരിക്കും നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് കുട്ടികൾക്ക് കഴിയാനുള്ള അവസരം കൂടിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ നന്നായിരിക്കും. ഇതാണ് ഇവരുടെ ഓപ്പറേറ്റർ കാഫേ. പൊട്ടറ്റോ, കുക്കുംബർ എല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കഫേയിൽ നിന്ന് കേക്കൊക്കെ വാങ്ങി. കേക്കൊക്കെ നല്ല സൂപ്പർ കേക്കാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇവിടെ ധാരാളം ഫാമിലീസൊക്കെ വന്ന് ബർത്ത്ഡേസിനൊക്കെ ഇവിടെ വന്ന് സാധാരണ ആഘോഷിക്കാറുള്ള ചെറിയ ചെറിയ ഫങ്ഷൻസൊക്കെ ഇവിടെ വെച്ച് നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇത് യൂറോപ്പിലെ ജർമ്മനിയിലെ മ്യൂണിക്ക് എന്ന സ്ഥലത്താണ് ഈ ബെറിത്തോട്ടം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 5-6 മണിക്കൂർ നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്യാം. ഇതിന് ലിമിറ്റൊന്നുമില്ല. ഇവിടെ ഇരുന്ന് നമുക്ക് വിശ്രമിച്ചിട്ട് എല്ലാം ഇവിടുന്ന് പോയാൽ മതി. ഇതുപോലെയുള്ള ഫാമുകളൊക്കെ നമ്മുടെ നാട്ടിലും തുടങ്ങിയാൽ വളരെ നല്ലതായിരിക്കും നമുക്ക് തോന്നുന്നുണ്ടല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കണേ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ഞങ്ങളിവിടുന്ന് ഗുഡ് ബൈ പറഞ്ഞ് ഇറങ്ങുകയാണ്. നല്ല ഫ്രൂട്ട്സൊക്കെ വാങ്ങി സന്തോഷമായിട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.